Hallelujah. We worship an awesome God. നാം നമ്മുടെ അത്ഭുതകരമായ ദൈവത്തെ ആരാധിക്കുന്നവർ. And God has placed us here with a purpose. നമ്മെ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടിയാണ്. And God has put us all into families with a purpose. എന്നൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവം നമ്മയൊക്കെ കുടുംബങ്ങളിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. So the family is the basic building block of society. ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. And the place where the family lives is the home. The place the family lives is called the home. എന്നാൽ ഈ കുടുംബങ്ങൾ പാർക്കുന്ന സ്ഥലമാണ് വീട് എന്ന് പറയുന്നത്. And we see people spending lakhs and lakhs of rupees to build a house. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പലരും വീടുകളൊക്കെ പണിയുന്നത്. But what is a home? That's what we. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭവനം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് കഴിയണം. Georgian and Sarida have a home here. ജോർജിനും സരിതയ്ക്കും കുടുംബത്തിനും താമസിക്കാൻ തക്കവണ്ണമാണ് ഇപ്പോൾ ഈ ഭവനം ഇവിടെ ആയിരിക്കുന്നത്. So what is a home? എന്താണ് ഒരു ഭവനം എന്ന് പറയുന്നത്? There's a great significance in the home. ഭവനം എന്ന് പറയുന്നത് വലിയ ഒരു പ്രാധാന്യമുള്ള ഒന്നാണ്. First of all, the home is a place of rest. That's what God has ordained. ദൈവം ഒരു ഭവനത്തെ ഒരു ശാന്തതയുള്ള ഒരു സ്ഥലമാക്കി ദൈവം ഒരുക്കിയിരിക്കുകയാണ്. Throughout the Bible, we see the home as a place of rest. അതായത് നമുക്ക് വിശ്രമം എടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്ഥലം, അതാണ് ഭവനം. It was intended by God to be a place of joy, a place to be happy with one's family. അതായത് സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ആയിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ടാണ് ഭവനത്തെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്. It's a sanctuary in this world. ഈ ഭൂമിയിൽ വെച്ച് നമുക്കുള്ള ഒരു വിശ്രാമ കേന്ദ്രം. So now, is there rest in my home? That's a question I need to ask myself, and all of us need to ask. ഞാൻ എന്നോട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാനുള്ള ചോദ്യമാണ്, നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും ശാന്തതയും ഉണ്ടോ? Because that is the way God intended it. ദൈവം ശാന്തതയ്ക്കും സമാധാനത്തിനുമായാണ് ഭവനം ഒരുക്കിയതെങ്കിൽ നമ്മുടെ ഭവനത്തിൽ അതുണ്ടോ എന്നൊരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. In 1 Samuel we read how the women in the olden days used to welcome the men back after they came back after fighting a battle or something. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ ശാന്തതയോടുകൂടി ഭവനത്തിലേക്ക് സ്വീകരിക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ സമൂഹത്തിന്റെ പുസ്തകത്തിൽ വായിക്കാനായിട്ട് കഴിയും. And modern day husbands are also out there fighting a battle to make ends meet. അതായത് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പലപ്പോഴും ഇന്നും ആണുങ്ങൾ അല്ലെങ്കിൽ പുറത്തേക്ക് ജോലി ചെയ്യാൻ പോകുന്നവർക്ക് വലിയൊരു യുദ്ധക്കളരിയിൽ തന്നെ Fighting against temptation, fighting against challenges. പ്രലോഭനത്തിനെതിരെ വരുന്ന കാര്യങ്ങൾക്കെതിരെയൊക്കെ യുദ്ധം ചെയ്തിട്ടാണ് പലരും പുറത്തുനിന്ന് വരുന്നത്. And in the book of Proverbs 31:10-31, we read about the ideal wife. സദൃശ്യവാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു ഭാര്യ എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Can we ever calculate the value of an ideal wife? ഒരു മാതൃകയുള്ള ഒരു ഭാര്യയുടെ പ്രത്യേകത എന്താണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? And I like this statement. It is the wife who makes a house into a home. ഒരു കെട്ടിടത്തെ ഒരു ഭവനമാക്കി മാറ്റുന്നത് യഥാർത്ഥത്തിൽ സ്ത്രീയാണ്. And so we see that both husbands and wives are playing a big role in making a family work. ഒരു കുടുംബ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കുവാൻ ഭാര്യയ്ക്കും ഭർത്താവിനും വലിയ ചുമതലകളുണ്ട്. So whatever they do is for the family. It's not for themselves. It is for the family. ഒരു ഭാര്യയും ഒരു ഭർത്താവും അവർ ഒരുമിച്ച് ഒരു ഭവനം പണിയുമ്പോൾ അവർ തങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥമായിട്ടല്ല ചെയ്യുന്നത്, ഒരു കുടുംബ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയാണ്. So God always wants the family to be a place of peace. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു കുടുംബങ്ങൾ എന്ന് പറയുന്നത് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളായിരിക്കും. And now the second point is the family is a place of learning, a place where we cultivate learning. നാം പല കാര്യങ്ങളും പഠിക്കേണ്ട ഒരു പാഠശാലയാണെന്ന് പറയാം
ഭവനത്തെ. And on top of our list is learning the Word of God. ഒന്നാമത്തതിൽ പരമപ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ കൂടുതൽ പഠിക്കാന്നുള്ളതാണ്. In Deuteronomy 6:6-9, we read about how verses from the Bible should be repeated over and over again. They should be written on the door and on the window and all these places, because it's very important to learn the Word of ഈ God. ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവവചനത്തിന് പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു ഭവനത്തിൽ നമ്മൾ താമസിക്കുമ്പോൾ അവിടെ എഴുതി വെക്കേണ്ടത്, വാതിലിൽ എഴുതി വെക്കേണ്ടത്, അങ്ങനെ എഴുതി വെക്കേണ്ട വചനങ്ങളെ കുറിച്ചൊക്കെയും ആവർത്തന പുസ്തകത്തിൽ നമ്മളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. And especially now, we are not living with one truth, we are living with many truths now. ഒരു പരമമായ സത്യത്തെ ആശ്രയിച്ചല്ല ഇന്ന് കാലത്ത് ലോകം പോകുന്നത്. പലരും അവിടെ സത്യം ഇവിടെ സത്യം എന്നൊക്കെ പറഞ്ഞ് പല സത്യങ്ങളുടെ ഉള്ളിലാണ് ഇപ്പോൾ മനുഷ്യനായിരിക്കുന്നത്. So we should know what the truth of God is. എന്നാൽ പരമസത്യമായിരിക്കുന്ന സത്യവാനായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. So this is what a family should be living for, the truth of God. ദൈവത്തിന്റെ സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടവരാണ്. This is how parents should train their children in the അത് truth of അവർ God. മാത്രമല്ല, മാതാപിതാക്കൾ മാത്രമല്ല, മക്കളെയും അതിലേക്ക് അഭ്യസിപ്പിക്കേണ്ട ചുമതല ആ ഭവനത്തിലുണ്ട്. So it's a place of learning, and like I said, the most important thing to learn is the Word of God. അനേക കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, പക്ഷെ പരമപ്രധാനമായി പഠിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. And thirdly, the home is a holy place. ഭവനം എന്ന് പറയുന്നത് ഒരു വിശുദ്ധിയുടെ ഒരു സ്ഥലമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Because it is what God has made in this world. ദൈവം തന്റെ ആ സ്വഭാവം, വിശുദ്ധി എന്ന പരിശുദ്ധി എന്ന സ്വഭാവം പ്രകടമാക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഭവനം എന്ന് പറയുന്നത്. It is designed by God to be a place where a man and woman can live together and glorify His name. അതായത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു സ്ഥലമാണ് ഭവനം. And all kinds of things want to destroy the sanctity of the family. എന്നാൽ ഇന്ന് നമ്മുടെ പുറമെ കാണുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയും എങ്ങനെയെങ്കിലും കുടുംബത്തിലെ സമാധാനം തകർത്ത് കളയാനുള്ള പിശാചിന്റെ പല സൂത്രങ്ങളെ കാണുന്നു. We have the internet, we have all kinds of technology, we have television, we have a lot of things that want to destroy the sanctity of the family. ടെലിവിഷൻ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, വൈഫൈ ഉണ്ട്, മറ്റുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഇന്ന് അതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും വിശുദ്ധിയും ഒക്കെ തകർത്ത് കളയാൻ തക്കവണ്ണമുള്ള അനേക കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ അറിയാതെ വരുന്നുണ്ട്. Okay. And the next thing I want to mention is that a family is a place where thankfulness dwells. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ഇന്ന് ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. ഭവനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നന്ദി കരയേറ്റേണ്ട ഒരു സ്ഥലമാണ്. It's a place where we should testify of the goodness of the living എന്ന് God. പറഞ്ഞ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ കുറിച്ച് സാക്ഷീകരിക്കേണ്ട സ്ഥലമാണ് ഭവനം എന്ന് പറയുന്നത്. And when we get together, we say grace. We are thanking God for what He has done for us. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എത്രത്തോളം ദൈവത്തിന് നന്ദി പറയാം. In the New Testament, we see so many occasions where believers get together, they thank God. അവർ ഒരുമിച്ച് ചേർന്ന് പുതിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നന്ദി കരയറ്റി എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Because in English we say that God lives in the heart of a thankful man. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നന്ദി നിറഞ്ഞ ഹൃദയമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. So let's ask ourselves, is that the atmosphere we are building in our homes? നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയൊരു ദൈവം വസിക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. There are a lot of topics for dinner table conversations. We hear about dinner table conversations. അതായത് ഈ ഊണുമേശയുടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന മേശയുടെ ചുറ്റും എന്തോരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. We talk about other people. We do all kinds of things. മറ്റുള്ളവരെ കുറിച്ച് പറയും, അവരെ കുറിച്ച് പറയും, ഇവരെ കുറിച്ച് പറയും, ഒക്കെ പറയും. But let's be sure about this, that
we need to express our gratitude to God at all ദൈവത്തോട് times. നന്ദി കരയറ്റാനുള്ള കാര്യങ്ങളും നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഭക്ഷണമേശയുടെ ചുറ്റും അപ്പനും അമ്മയും മക്കളോ കൂടി ചിന്തിക്കാറുണ്ടോ? And another point is that the home is a place where strangers and refugees and the homeless and the hungry are always welcome. ഈ ഭവനം എന്ന് പറയുന്നത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടതും അല്ലെങ്കിൽ അനാഥരെയും വിധവമാരെയൊക്കെയും ഈ സ്വീകരിക്കേണ്ടതുമായ ഒരു സ്ഥലം കൂടിയാണ്. അവരെ സഹായിക്കുകയോ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്ഥലമാണ്. In fact, even the word hospitality means to welcome strangers. ഈ ഹോസ്പിറ്റൽ എന്ന പദം എങ്ങനെയാ വന്നതെന്ന് നിങ്ങൾക്കറിയാം? Hospitality. ഹോസ്പിറ്റാലിറ്റി എന്ന പദം വന്നത് നിങ്ങൾക്ക് പരിചിതരല്ലാത്ത വ്യക്തികളെ, പരിചയമില്ലാത്ത വ്യക്തികളെ നിങ്ങൾ ഉപചാരപൂർവം സ്വീകരിക്കേണ്ട സ്ഥലം, സ്വീകരിക്കേണ്ട സ്വഭാവം എന്ന അർത്ഥത്തിലാണ് ഹോസ്പിറ്റാലിറ്റി എന്ന പദം പോലും വന്നത്. Just like Lot in Sodom, he was, when the two angels came, he went out to them and he greeted them and he's inviting them to his home. ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, സൊദോം ഗൊമോറയിലേക്ക് 2 മാലാഖമാര് വന്നപ്പോ, ദൂതന്മാര് വന്നപ്പോ അവരാരെന്ന് അറിയാതെ പോലും ആര് സ്വീകരിച്ചു? ലോത്ത് സ്വീകരിച്ചതായിട്ട് നമ്മൾ ദൈവവചനത്തിൽ വായിക്കും. And Abraham running out to greet and welcome the strangers. അതുപോലെ തന്നെ അബ്രഹാമും അപരിചിതരെന്ന് തോന്നിയ ആൾക്കാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നല്ല ഭക്ഷണമൊക്കെ അവർക്ക് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. So the home is a place of rest, not just for family, but also for strangers and foreigners. That's our home is that. ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാത്രമുള്ള ഒരു ആശ്വാസ സ്ഥലമല്ല ഭവനം. നമ്മുടെ ഭവനം സമാധാനമില്ലാത്തവർക്കും സന്തോഷമില്ലാത്തവർക്കും അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവരുടെയും ഒരു ആശാകേന്ദ്രമായിട്ട് നമ്മുടെ ഭവനം മാറണം. The whole world enjoys parties, going to parties. പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ പല ആൾക്കാർക്കും വലിയ സന്തോഷമാണ്. But a believer also, when he invites people to his home and shares conversation and food with them, that is a party, but it's a party where God's name is celebrated. Praise the Lord. നമ്മളിപ്പോ ഒരു പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊക്കെ തന്നെ. എന്നാ ഒരു കാര്യം പറയാം, നമ്മുടെ വീട്ടില് ഒരു നല്ല ആഹാരമൊക്കെ വെച്ച് നമ്മൾ ചിലരൊക്കെ വിളിച്ച് അവർക്ക് ഒരു പാർട്ടിയൊക്കെ കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറും. Because we are saying God is good to me and that is why I can do this. ദൈവം എനിക്ക് നല്ലവനാണെന്ന് 4 പേരോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാക്കും. നമുക്ക് നമ്മൾ മാതൃകയാണ് കാണിക്കുന്നത്. When Levi, the tax collector, when he understands who Jesus is and he becomes his follower, what's the first thing he does? He invites everybody and he throws a party. കർത്താവിനെ കണ്ടുമുട്ടിയ ലേവി എന്ത് ചെയ്യുന്നറിയാമോ? തന്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് സംഘടിപ്പിച്ച് തന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ച് ആഘോഷപൂർവ്വം തന്റെ ജീവിതത്തിൽ ചെയ്ത ദൈവം ചെയ്ത നന്മയെ കുറിച്ച് പറയാനിടയായി എന്നുള്ള സത്യം. He was a tax collector. His job was taking money from other people. മറ്റുള്ളവരിൽ നിന്ന് പൈസ കൈക്കൂലിയായിട്ടോ അല്ലാണ്ടായിട്ടോ വാങ്ങിക്കുന്ന ജോലിയായിരുന്നു മത്തായിയുടെ ജോലി. But now he's spending money on other people. എന്നാൽ ഇപ്പം മനോഭാവം മാറിക്കഴിഞ്ഞു, മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ പോക്കറ്റിൽ നിന്ന് പണം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. And even the Israelites have been repeatedly reminded that they were once foreigners and aliens, and they should always love the stranger. മറ്റുള്ളവരെ മറ്റു പലരെയും സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലേക്ക് വരുവാനായിട്ട് പല ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. So all of us were also strangers and refugees, and we were taken in by God and made a part of his family. ദൈവം അന്യരും പരദേശികളുമായ നമ്മളെ കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാക്കിയെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹവും അതും നമ്മൾ മറ്റുള്ളവരോട് പ്രകടമാക്കാൻ നമ്മുടെ ഭവനവും ഒക്കെ ഒരുങ്ങേണ്ട അനിവാര്യമാണ്. So like I said before, a home is a place of comfort and joy, and there should be no loneliness in a home. No loneliness in a home. ഭവനത്തില് ശാന്തതയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഭവനത്തിൽ ഒരിക്കലും ഒരു ഏകാന്തത ഉണ്ടാകാൻ പാടില്ല, ഒറ്റപ്പെടൽ ഉണ്ടാകാൻ പാടില്ല. And as we read in Hebrews 13:12, don't forget to show hospitality to strangers,
For some who have done this have entertained angels without realizing it. നമ്മൾ പലപ്പോഴും നമ്മൾ പരദേശികളായിട്ടോ അന്യരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മൾ മാലാഖമാരെയോ ദൈവത്തിന്റെ ദൂതന്മാരെയോ സൽക്കരിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യത. So we should always welcome strangers and refugees. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിത്തിന്റെ ഒരു ചാനലായിട്ട് നമ്മുടെ ഭവനം മാറും. And another thing is that home is a place to minister to the church, to minister to missionaries and evangelists. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വേല ചെയ്യുന്നവരെയും ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരെയൊക്കെയും സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറണം. Yeah, because usually we go to worship on Sundays, and whenever we have issues, we go to visit the pastor, and we are taking from them. So our home is the place where we can give back to them. നമ്മൾ സത്യത്തിൽ പലപ്പോഴും ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളവിടെ ചെന്ന് നമുക്ക് അനുഗ്രഹം ഇങ്ങോട്ട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവവേല ചെയ്യുന്നവരെയും ദൈവ കാര്യങ്ങൾ ചെയ്യുന്നവരെയും സുവിശേഷകരെയും ഒക്കെയും നമ്മൾ സൽക്കരിക്കുകയും സ്നേഹിക്കും, നമുക്കാവുന്ന വിധത്തിൽ സഹായിക്കുകയൊക്കെ ചെയ്യണം. You know, in the Old Testament we have Mary and Martha and Lydia. All these people wanted to give to the workers of God. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ലാസറിന്റെ ഭവനം കർത്താവിന്റെ സ്നേഹമുള്ള ഒരു ഭവനായിരുന്നു. മാർത്തയും മറിയൊക്കെ കർത്താവിനെ സൽക്കരിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഒരു മത്സരിക്കുകയായിരുന്നു. So another thing about the home is that this home reflects our eternal home. നമ്മുടെ ഭൂമിയിൽ ഇങ്ങനെ ഒരു ഭവനം ഉണ്ടെങ്കിൽ ഈ ഭവനം നമ്മളെ കാണിക്കുന്നത് നമുക്ക് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടെന്നാണ്. So the biggest difference is that this home is temporary and that home is permanent. ഈ ഭവനം എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ ചതിൽ വരാം, വിള്ളൽ വരാം, കാലപ്പഴക്കം വരാം, പക്ഷേ സ്വർഗത്തിലെ ഭവനത്തിന് ഇതൊന്നുമില്ല. And we all know that one day we will lose this home, we will lose this body, but God is building a wonderful home for us in heaven. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും, ഒരു നാളിൽ നമ്മുടെ ശരീരം വിട്ട് നമ്മുടെ ആത്മാവ് പോകേണ്ടി വരും. നമ്മുടെ ഈ ഭൂമിയിലെ ഭവനം വിട്ട് നമ്മൾ ഓരോരുത്തരും പോകേണ്ടി വരും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. So the home that we have on earth should not be a place where we store a lot of treasures in. ഈ ഭൂമിയിലെ വീട്ടിൽ കുറേ സമ്പാദിച്ചു കൂട്ടി വെച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് വലിയ ഗുണമില്ല. You know, when people come to your house, they shouldn't say, "Oh, what a beautiful house. I like this staircase," or "I like this." That's not what they should see. What they should feel is the presence of God. When they come into my house, they should see the presence ഒരു of God. ഭവനത്തിൽ വരുമ്പോൾ നമ്മുടെ ഗോവണിയുടെ അത് എങ്ങനെയാണ് പണിതേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ നമ്മുടെ ഭവനത്തിലെ ഇത്, അതൊന്നും അല്ല പ്രധാനപ്പെട്ടത്. ഒരു ഭവനത്തിൽ വരുമ്പോൾ ആ ഭവനത്തിൽ വന്നു കയറുന്ന വ്യക്തികൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയായാൽ അതാണ് ഏറ്റവും വിലയേറിയത്. So if we have a short-sighted view of our home, we need to change that. നമ്മുടെ വീടുകളെ കുറിച്ച് നമുക്ക് ഒരു ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയം. Because God has an amazing plan for our home. നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. And so just to summarize, a home is a place of rest. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോണ്. ഭവനം എന്ന് പറയുന്നത് ഒരു ശാന്തി വിളയാടേണ്ട സ്ഥലമാണ്. It's a place to learn the word. അത് ദൈവവചനം പഠിക്കേണ്ടതും പരിശീലിക്കേണ്ടതുമായ സ്ഥലമാണ്. It's a place of holiness. അത് വിശുദ്ധിയുടെ ഒരു സ്ഥലമാണ്. A place of thankfulness. അത് നന്ദി കരയേറ്റേണ്ട ഒരു സ്ഥലമാണ്. A place of hospitality. അത് ആതിഥേയത്വം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്. A place where we can minister to pastors. ദൈവവേലക്കാരെയും സഹായിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട സ്ഥലം. And a place that should reflect our eternal home. എന്നാൽ ഭവനം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിൽ താമസിക്കാൻ ഒരു ഭവനം ഉണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതുമായ കാര്യമാണ്. And who makes the home? It is the husband and the wife and the children, but it's the husband and the wife that make the home. ഒരു ഭവനത്തിന്റെ ഉത്തരവാദിത്തം ആ ഭവനത്തിലെ പിതാവിനും മാതാവിനുമുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനും ഭാര്യയ്ക്കുമുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. So in conclusion, I just want to share this story about Schaeffer, Edith Schaeffer. She was the wife of the late Francis Schaeffer, who was a great theologian, a philosopher and a pastor. ഒരു വലിയ തിയോളജിയൻ ആയിരിക്കുന്ന ഒരു പണ്ഡിതനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ
ഭാര്യയെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. So Francis Schaeffer has written lots of books. ഫ്രാൻസിസ് ഷേവർ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. I told you he's a pastor. He's written a lot of books. He's discussed. He has held a lot of meetings and talked at length about the gospel. സുവിശേഷത്തെ കുറിച്ച് അനേകരോട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെ. But എന്നാൽ what I want to say here is that Edith Schaeffer, that's his wife. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ Edith Schaeffer, she has led more students to Christ through her cinnamon rolls than her husband has done through his philosophical discussions. തന്റെ ഭർത്താവ് തത്വശാസ്ത്രപരമായ അല്ലെങ്കിൽ വേദപരമായ കാര്യങ്ങൾ പറയുന്ന വാക്കുകളെ കൊണ്ടല്ല, She has led most അതിനേക്കാൾ students കൂടുതൽ വിദ്യാർത്ഥികളെ കർത്താവിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. just simply by being hospitable and giving them some snacks to eat. അതായത് വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് അവര് കാണിക്കുന്ന ആതിഥേയ മര്യാദ കണ്ടിട്ടാണ് അനേകര് വരുവാനായിട്ട്. So she has led more people to Christ through her hospitality than her husband has through his deep philosophical studies. ഒത്തിരി ഫിലോസഫിക്കൽ സ്റ്റഡീസ് വെച്ച് താൻ പ്രയത്നിച്ചതിനേക്കാൾ എളുപ്പമായിട്ട് തന്റെ ഭാര്യ തന്റെ സ്നേഹത്തോടു കൂടിയുള്ള ഇടപെടലുകളും ഭക്ഷണം കൊടുക്കലൊക്കെ കണ്ടിട്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട്. So both husband and wife have different roles to play in the family. അതുകൊണ്ട് കുടുംബത്തില് ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ചുമതലകളുണ്ട്. And men and women are different, but we are equal in the eyes of God. എന്നാൽ ആണും പെണ്ണും തന്റെ രൂപഘടനയിൽ വ്യത്യാസമുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ അവർക്കുള്ള മാന്യത ഒരുപോലെ തന്നെയാണ്. Because the family is something designed by God. ദൈവമാണ് കുടുംബത്തെ ഉണ്ടാക്കിയത്. Marriage is something designed by God. ദൈവമാണ് വിവാഹത്തെയും ഒരുക്കിയത്. And unless we understand what He wants, we will never make a success of these. നമ്മൾ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. So with that I conclude, and my prayers are with this family and with Joyce's sister and Varghese, right? Varghese Raj. വർഗീസ് രാജും പുഷ്പി രാജ് വർഗീസ്, ഇവിടെ താമസിക്കാൻ പോകുന്ന നമ്മുടെ ജോർജൻ, സരിത, ജോഷുവ, ജോയലിന് നല്ലൊരു വിജയം ഇന്നലെ ലഭിക്കാനിടെ ആയിട്ടുണ്ട്. അതിന് അഭിനന്ദനങ്ങളും ഞങ്ങൾ രേഖപ്പെടുത്തി. And I wish to thank you for giving me this opportunity to ഈ അവസരം deliver this. എനിക്ക് ലഭിച്ചു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിന്റെ ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ ഈ ഭവനത്തെ സമർപ്പിച്ചുകൊണ്ട്, ഇവിടെ താമസിക്കാൻ പോകുന്നവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ഭവനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം. ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ഈ ഭവനം ഇന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ച കർത്താവിന്റെ ദാസൻ ഷാജി സാർ പറഞ്ഞ മാതിരി ഈ ഭവനം എന്ന വാക്ക് ബൈബിളിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്. 91 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അത് നമ്മുടെ കൂടാരത്തോട് അടുക്കുകയില്ല. കൂടാരം എന്ന പദത്തിന്റെ അർത്ഥവും എന്ത് തന്നെയാ? ഭവനം എന്ന് തന്നെയാ. 91 സങ്കീർത്തനം വായിക്കുന്നത് അത് നമ്മുടെ കൂടാരത്തോട് അടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ള അനുഗ്രഹമുള്ള ഒരു ഭവനം. അപ്പൊ ചോദിക്കുമായിരിക്കും കൂടാരം എന്നുള്ള വാക്കല്ലേ ഉപയോഗിച്ചെന്ന്. അവിടെ 91 സങ്കീർത്തനം പറയുന്നത് നമ്മുടെ വീടിനെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ശരീരത്തെ കുറിച്ചും കൂടിയാണ്. കാരണം ആത്മാവിന് വസിക്കാനുള്ള ഭവനമാണ് നമ്മുടെ ശരീരം. മനുഷ്യർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ വീട്, നമ്മുടെ ഭവനം. ഇസ്രായേലിനെ കുറിച്ച് വചനം പറയുന്നു, ഇസ്രായേൽ ഭവനം അങ്ങനെ പറയുന്നുണ്ട്. കർത്താവ് പറഞ്ഞു സ്വർഗീയ ഭവനം. കർത്താവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ ഭവനം. കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വീട് ഒരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിലും വിശ്വസിക്കുവിൻ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ വീട് ഒരുക്കിയിട്ട് ഞാൻ വരും, ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ എപ്പോഴായിരിക്കും ആ വീട് ഒരുക്കി വരിക? കർത്താവ് പറഞ്ഞു നിങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കും, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും. ഈ ഇന്ത്യയിലൊരു യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇസ്രായേലില് ഗസയിലും
അവിടെ ഇവിടെയും ബോംബ് ഇടുന്നതൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ കേരളത്തിൽ നിന്ന് പോലും, എന്തിനു പറയുന്നു ചാലക്കുടിയിൽ നിന്ന് പോലും ആൾക്കാർ ഈ ഭീകരര് കൊന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ രക്ഷപ്പെട്ടവരാ ചാലക്കുടിയിൽ നിന്ന് പോയവര്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയാമോ? എത്ര പെട്ടെന്ന ഒരു യുദ്ധത്തിന്റെ ശ്രുതിയും യുദ്ധവും ഇന്ത്യയിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ രാധാകൃഷ്ണൻ ബ്രദറിന്റെ വീട്ടില് കല്ലിടാൻ പോയപ്പോൾ അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞു. നമ്മുടെ കേരളത്തില് പല ഡാമുകളും പല കാര്യങ്ങളൊക്കെ പൊട്ടിക്കുന്നവര് അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്. കേരളത്തിലെ ഡാം പൊട്ടിക്കുന്നല്ല, അവർക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പണിയാൻ പോകുന്ന ഡാമുകൾ പൊട്ടിക്കുന്നു. അവിടുത്തെ ഡാം പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ ഒരു ഡാം വേണമെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും പൊട്ടിപ്പിക്കാനും സാധ്യതയുണ്ട്. അതിനിപ്പോ മിസൈലൊന്നും അയക്കണ്ട, എന്ത് പൊട്ടിച്ചാൽ മതി. നല്ല ഒരു പണ്ടത്തെ കാലത്ത് നമ്മുടെ പള്ളി പെരുന്നാളിനൊക്കെ ഉപയോഗിക്കണ ഒരു നല്ല ഡൈന പൊട്ടിച്ചാലും എന്ത് സംഭവിക്കും? മുല്ലപ്പെരിയാർ ഡാം ചിലപ്പോൾ തകർന്നു പോയിന്ന് വന്നേക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയാമോ? യാതൊരു സുരക്ഷിതമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീട്ടുകാർക്ക് താമസിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഭവനം. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെടാനിടയായ ഒരു കാരണം, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ചൂടില്ല. കാരണം ഇപ്പുറത്ത് ജോസേട്ടന്റെ വീട്ടിൽ നിന്ന് നന്നായി ഇവിടെയുള്ള കൃഷി സ്ഥലമൊക്കെ നനയ്ക്കുന്നത് കൊണ്ട് ഇവിടെ നിന്നൊരു തണുപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അവിടെ നനയ്ക്കുന്നത് കൊണ്ട് അവിടെ നിന്നും ഒരു തണുപ്പുണ്ട്. അതുപോലെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നും. അപ്പോ വടക്കുംപാടന്മാരുടെ വീടുകളുടെ ഉള്ളില് ഒരു വീട്, സമാധാനപൂർവ്വം താമസിക്കാൻ ഒരു വീട്. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ വീട്ടുകാർ കുറച്ച് ഇവർക്ക് തലവേദനയായിരുന്നു എന്നുള്ളത്. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ മാനുഷികമായിട്ട് അവരുടെ പ്രായം മാത്രമേ നോക്കിയുള്ളൂ. പ്രായമായ അപ്പച്ചനോ അമ്മച്ചിയല്ലേ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടാണ് ഒരു വിധത്തിൽ ഈ സ്ഥലം ലഭിക്കാനായിട്ടിടയത്. ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ടായിരുന്നു, ഇനി അത് ലഭിക്കാനായിട്ടിടയായി. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ദൈവവചനത്തിൽ നീതിമാന്മാരുടെ ഭവനത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു മതിലുണ്ട്. ഈ ഭാഗത്ത് മതിലുണ്ട്, ഇപ്പുറത്തേക്ക് മതിലില്ല, ഈ സൈഡിലേക്ക് മതിലില്ല. കല്ലൊക്കെ കെട്ടി അറ്റം വരെ നിന്നിട്ടുള്ളൂ. ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ട് പിന്നെ കെട്ടണമെങ്കിൽ നന്നായിട്ട് കെട്ടാം, ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഈ മതിൽ കെട്ടിയത് കൊണ്ടോ ഈ ഗേറ്റ് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല നമ്മുടെ സുരക്ഷിതത്വം. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന്റെ വചനം പറയുന്നത് 91 സങ്കീർത്തനം 10-11 വാക്യം പറയണത് ദൈവമാണ് നമ്മുടെ സംരക്ഷണം. ദൈവത്തിന്റെ ദൂതന്മാരാണ് നമ്മുടെ സംരക്ഷണം. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, പിശാച് വന്ന് ജോബിനോട് ചോദിക്കുമ്പോൾ, ജോബിന്റെ കാര്യത്തിൽ ദൈവത്തോട് ചോദിക്കാം, എൻ്റെ ഭക്തനായിരിക്കുന്ന ജോബിനെ കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ എന്താ പിശാച് പറഞ്ഞത്? എന്താ പറഞ്ഞത്? അതിന് ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്? നീ നിന്റെ ഭക്തനായ ജോബിന്റെ ചുറ്റും എന്ത് കെട്ടിയിരിക്കുക? വേര് കെട്ടി സൂക്ഷിച്ചിരിക്കുക. പിന്നെ നീ എന്ത് ചോദ്യം ഞങ്ങളോട് ചോദിക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പൊ ദൈവം വേര് കെട്ടി സൂക്ഷിച്ചാൽ നമുക്ക് സുരക്ഷിതത്വമുണ്ട്. അത് വിചാരിച്ച് ശരി, ജോജൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് പനി വരില്ല എന്നാണോ? രോഗം വരില്ല എന്നാണോ? ആക്സിഡന്റ് വരില്ല എന്നാണോ? ഒരിക്കലുമല്ല. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നത്, ഈ വചനത്തെ പ്രമാണിച്ച്, വചനമെന്ന പാറയിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യന് നിങ്ങളായിരിക്കണം. അതിന്മേൽ മുകളിൽ നിന്ന് മഴ പെയ്തു, സൈഡിൽ നിന്ന് കാറ്റടിച്ചു, താഴെ നിന്ന് വെള്ളപ്പൊക്കമുണ്ടായി, അതിന്മേലും അടിച്ചു, മണലിൽ പണിത മേലും അടിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ആളുടെ വീട്ടിലും ഇതടിക്കും, പ്രാർത്ഥിക്കാത്തവന്റെ വീട്ടിലും അടിക്കും, ദൈവഭക്തന്റെ വീട്ടിലും അടിക്കും, ദൈവഭക്തി ഇല്ലാത്തവന്റെ വീട്ടിലും അടിക്കും, ദൈവവചനമായ പാറയിൽ അടിസ്ഥാനമിട്ട വീട്ടിലും അടിക്കും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയുന്നവന്റെ വീട്ടിലും അടിക്കും. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം വീണില്ല എന്നാ കാണുന്നത്. അതിനൊറ്റ കാര്യമുള്ളൂ. എന്താ കാര്യം എന്നറിയാമോ? അതിന്റെ അർത്ഥം വീണാലും എഴുന്നേൽക്കും. എന്താണ്? വീണാലും എഴുന്നേൽക്കും എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ഇനി വീടിന്റെ ഉള്ളിലേക്ക് നോക്കി എന്ത് കാണാൻ പറ്റും? വീടിന്റെ ഉള്ളില് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കേൾക്കാൻ കിട്ടും. ചില വീട്ടിലൊക്കെ ഞാൻ ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ പല ഭവനങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്.
കൊട്ടാര സദൃശ്യമായ ഭവനത്തിൽ കയറിയിട്ടുണ്ട്. ആ ഭവനത്തിൽ കയറുമ്പോൾ ചില ഭവനങ്ങളിൽ കയറുമ്പോൾ കൂരിട്ടിലേക്ക് ചെന്ന് കയറണമായിരിക്കും തോന്നാറ്. എന്നാൽ ഒരു മുറിയും ഒരു അടുക്കളയും മാത്രമുള്ള ഭവനത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ആ ഭവനത്തിലേക്ക് എന്തൊരു പ്രകാശമുള്ള ഭവനം പോലെ തോന്നിയിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ദൈവത്തിന്റെ സാന്നിധ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു വീടിന് ഒരു നിയമം ഉണ്ടെന്ന് വെച്ചാൽ എന്താ വീടിന്റെ നിയമം? ബൈബിളിൽ പറയുന്നുണ്ട്. 119 സങ്കീർത്തനം 54 വാക്യം പറയുന്നത് എന്നറിയാം? ഒരാൾക്ക് വായിക്കാമോ അത്? 119 സങ്കീർത്തനം 54 വാക്യം ആർക്കെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. എന്താണ് വീടിന്റെ ചട്ടം അല്ലെങ്കിൽ വീടിന്റെ നിയമം? ഒരു വീട്ടുകാർ എങ്ങനെ ജീവിക്കണം? വീട്ടുകാർ ജീവിക്കേണ്ടത് എങ്ങനെ ജീവിക്കേണ്ടത്? ഒന്ന് വായിച്ചേ. 119 സങ്കീർത്തനം 54 വാക്യം. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത്. 119 സങ്കീർത്തനം 54 വാക്യം. ഭവനത്തിലുള്ളവർ എങ്ങനെയായിരിക്കണം? ദൈവവചന പ്രകാരമാണ് ജീവിക്കേണ്ടതെന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഈ കൽപ്പനകൾ പാലിക്കില്ലേ? കളവ് നടത്തോ? ഉണ്ടോ? അന്യന്റെ വസ്തു പോയിക്കോ? ഇല്ലല്ലോ. അപ്പൊ ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരാൾക്കും ഒരു അന്യർക്കും എന്ത് ചെയ്യില്ല, ദോഷക്കാരായിട്ട് മാറില്ല. അതുപോലെ തന്നെ നീതിമാന്മാരുടെ കൂടാരം. ഈ പണ്ട് ആൾക്കാർ പറയും ഈ ശത്രുവിനെ, ദുഷ്ടനെ ദൈവം എങ്ങനെ വളർത്തും? അങ്ങനെയുണ്ടോ? അങ്ങനൊരു വാക്യമേ ഇല്ല. ദുഷ്ടനെ പന പോലെ വളർത്തും എന്നല്ലേ എഴുതിയേക്കണെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആരാണ് തഴയ്ക്കുന്നതെന്ന് അതൊന്നും വായിക്കാം. സദൃശവാക്യം 14:11 വായിച്ചേ. ദുഷ്ടന്മാരുടെ വീട് തഴയ്ക്കും കേട്ടോ. നീതിമാന്മാരുടെ കുടുംബം എന്ത് ചെയ്യും? തഴയ്ക്കും പന പോലെ. ഹല്ലേലൂയ. പന പോലെ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം പനയൊക്കെ ഉണ്ടാവുന്നത് വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ പനയുണ്ടാകും. ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുക. ഈ ഭവനം ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇപ്പൊ എന്തായാലും പുഷ്പി ചേച്ചിയും വർഗീസ് ചേട്ടനും അവരുടെ മക്കളൊന്നും ഇവിടെ വന്ന് തൽക്കാലം താമസിക്കാനായിട്ട് പോകുന്നില്ല. അവർക്ക് പകരക്കാരായിട്ടാണ് ആര് താമസിക്കുന്നത്? ജോർജനും സരിതയും പിള്ളേരും. അവർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന സമയം വരെ താമസിക്കാൻ പോണത് ആർക്ക് പകരക്കാരായിട്ടാ? അവർക്ക് പകരക്കാരായിട്ടാ. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ പുഷ്പി രാജ്കുമാറിനെയോ അല്ലെങ്കിൽ അവര് ഫോൺ ചെയ്യില്ല, അവരെ എന്നെ ഫോൺ ചെയ്യുക. കാരണം എന്താ? അവര് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സ്ഥലം, അതുകൊണ്ട് അവരെന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പൊ ഞാൻ എന്ത് ചെയ്താലും യഥാർത്ഥത്തില് ചോദ്യം വരുന്ന ആർക്കായിരിക്കും? അത് ഇതിന്റെ ആധാരത്തിൽ ആരുടെ പേരെന്ന് വെച്ചാൽ അവർക്കായിരിക്കും. പോലീസ് ഒരു പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ പോലീസ് ചോദിക്കും, ഇത് വീട് ആരുടെയാ? അതവിടെ ഒരു പാസ്റ്ററുടെയാ. അങ്ങനെ പറയോ? പാസ്റ്റർ, ഞാൻ എൻ്റെ പേരിലുള്ളതല്ല, ഇത് ആരുടെ പേരിലുള്ളതാ? പുഷ്പി രാജകുമാറിന്റെ പേരിലുള്ളതാ. അപ്പൊ ആർക്കതിന്റെ പ്രശ്നം? അപ്പൊ അതുകൊണ്ട് നാം ദൈവത്തിന്റെ പേരിൽ ജീവിക്കേണ്ടവരാ ഭൂമിയിൽ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. നമുക്ക് ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാനൊരു വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത് ഏറ്റ് ചൊല്ലണം. ഈ ഭവനത്തെ അനുഗ്രഹിച്ച് ഏറ്റ് ചൊല്ലണം. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ ആശീർവാദം പറയും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ നമുക്ക് ചേർന്ന് ഒരുമിച്ച് നമുക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. യഹോവയായ ദൈവം തിരുമുഖം ഈ ഭവനത്തിന്റെ മേൽ പ്രകാശിപ്പിച്ച് ഈ ഭവനത്തിന്റെ ഉടമസ്ഥർക്കും ഇവിടെ പാർക്കുന്ന മക്കൾക്കും കൃപയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യഹോവയായ കർത്താവ് ഈ ഭവനത്തെ ഈ ദേശത്ത് അനുഗ്രഹമാക്കി തീർക്കുകയും യാതൊരു ബാധയും ഈ കൂടാരത്തിൽ അടുക്കാത്തവണ്ണം ചുറ്റും വേലികെട്ടി സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൊട്ടാരത്തിൽ ഹൗസ് എന്ന പേരിൽ
അറിയപ്പെടുന്ന ഈ ഭവനം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ ഭവനം വഴി, ഈ ഭവനത്തിൽ താമസിക്കുന്നവർ വഴി ചുറ്റുമുള്ള എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഇനി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദാസൻ ആശീർവാദം പറയാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് രാവിലെ ഈ 10 മണി കഴിഞ്ഞ സമയം തുടങ്ങി ഈ സമയം വരെ കർത്താവിൻ്റെ പാദപ്പുറത്തിനായിരിക്കാനും ഈ ഭവനത്തെ പ്രതിഷ്ഠിക്കാനും ദൈവനാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും പ്രാർത്ഥിപ്പാനും വചനം ധ്യാനിപ്പാനും സ്വർഗമിടിയാക്കിയത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്കല്ല യഹോവയുടെ നാമം മഹത്വപ്പെടുവാൻ അവിടുന്ന് ഞങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ അതിനുവേണ്ടി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മലമേ വെച്ച പട്ടണം പോലെ ഈ ഭവനം അനേകർക്കൊരു പ്രകാശമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടിയാക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കുന്നതിൽ ചിന്തിക്കുന്നതിൽ അധികമായി കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഇന്ന് ശുശ്രൂഷിച്ച ഈ വചനങ്ങള് കർത്താവെ, ആ ദൈവദാസിയെ കൂടെ കർത്താവെ അനേക കാര്യങ്ങൾ ജീവിപ്പിക്കുന്ന ജീവന്റെ വചനം ഞങ്ങൾക്ക് കേൾപ്പിച്ചതിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ എൻ്റെ ഒരു നീച കാര്യം എൻ്റെ കണ്ണു മുന്നിൽ ഞാൻ വയ്ക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ ഭവനത്തിൽ ഒരു അശുദ്ധിയുടെ വാക്കുകളും വരാൻ ഇടവരരുത്. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയം അവർക്ക് നൽകി ഹല്ലേലൂയ, അവരെ 4 പേരെ അനുഗ്രഹിച്ച് കർത്താവേ അനുദിനം നടത്തുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത്, ഈ സ്ഥലത്ത് കഴിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ ഹല്ലേലൂയ കണ്ണ്, കാത്, ചെവി ഹല്ലേലൂയ ഹൃദയപൂർവ്വം ശ്രദ്ധിച്ച് ഇരുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ ശ്രദ്ധ വെച്ച് കേട്ട് ഈ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാതെ സ്തോത്രം. കർത്താവേ, കർത്താവിൻ്റെ കരം പ്രവർത്തിച്ചിരിക്കാതെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ദൈവദാസന്മാരെ കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഇങ്ങനെ സ്വർഗം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരാഴ്ച കൂടി തന്ന് ഈ ദേശത്ത് ഞങ്ങൾക്ക് വന്ന് ഈ ഭവനത്തിലായിരിക്കാൻ സ്വർഗം ഇടയാക്കിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നാനാഭാഗത്തായിരിക്കുന്ന ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി വരുത്തിയ പരിശുദ്ധാത്മാവാദ്യന്തോളം വരെ ഞങ്ങളെ നടത്തിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്കൊന്നും പോകാനില്ല. കർത്താവേ, എല്ലാം ദൈവനാമം മഹത്വത്തിനായിട്ട് തീർക്കണം. മാനവമഹത്വം കർത്താവിന്. പ്രാർത്ഥനയാചന കേട്ടല്ലോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, പിതാവായ ദൈവ വീടിന്റെ ഉടമസ്ഥരുടെ മരുമോള് ഗർഭിണിയായിട്ടിരിക്കും. അവൾക്ക് വേണ്ടി അവൾ ഈ ജൂലിയ കർത്താവെ, ഞങ്ങളൊരു പ്രാർത്ഥന വിഷയം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജൂലിക്ക് വേണ്ടി ഞങ്ങൾ ഈ ഭവനത്തിന്റെ ഉടമയായിരിക്കുന്ന ജൂലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ഗർഭിണിയായിട്ടിരിക്കുന്നു. കർത്താവ് ഉദരത്തെ ബലത്തെ കർത്താവാണ് നൽകുന്നത്. അത് യാതൊരു ഹല്ലേലൂയ ഗഡുവും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരു സുഖപ്രസവം നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ മാനവമഹത്വം കർത്താവിന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൃപയോടെ കേൾക്കണം. പരിശുദ്ധ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശ്വസിപ്പിച്ചു വിടർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഇന്നും എന്നേക്കും ഈ ഭവനത്തോട്, ഈ ഭവനത്തിൽ പാർക്കുന്ന ഇവിടെ കടന്നു എല്ലാ ദൈവദാസന്മാരോടും വചനം ശുശ്രൂഷിച്ച എല്ലാ വിഷയങ്ങളും ആദ്യന്തോളം വരെ നടത്തുമാറാകണേ. കർത്താവിന്റെ 2ാം വരവ് വരെ ഇരിക്കുമാറാകണേ. യേശു പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you.